നോക്ക്, നമ്മള് പല കുടുംബങ്ങളിലെയും പ്രശ്നങ്ങൾ നോക്കുമ്പോൾ അപ്പൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും, ഒരയവും കാണൂല. പക്ഷെ അമ്മമാർ ഭയങ്കര സോഫ്റ്റും ആവും. അങ്ങനെയുള്ള ചില ഭവനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഹലോ, എങ്ങോട്ട് എങ്ങോട്ട് കെട്ടിയപ്പുറമാണാറ്റക്ക ഇനി തള്ളി കയറണം. അവന് പിന്നെ വീട്ടിൽ കയറി വരണ്ട, എന്ത് രീതിയാന്നോണ്ട് ആടെ പൊടിക്കണത്. അവൻ വീട് വിട്ട് പോയതല്ലേ, പിന്നെ എന്തിനു വീണ്ടും ഇങ്ങോട്ട് കയറണത്? അവന് പിന്നെ വീട്ടിൽ കയറി വരണ്ട, എന്തൊരു മനുഷ്യടന്നോണ്ട് സൗണ്ട് വെക്കണത്. കൊള്ളാലോ, അവന് വേണ്ടെന്ന് പറഞ്ഞല്ലേ പെണ്ണാട്ടി വിളിച്ചോണ്ട് പോയത്, പിന്നെ എന്തിനു ഇങ്ങോട്ട് വീണ്ടും കയറണത്? നോക്ക്, നമ്മൾ ആ അപ്പനെ കണ്ടില്ലേ, ആ അപ്പന്റെ സംസാരത്തിൽ ഒരല്പമെങ്കിലും അയവുണ്ടോ? അപ്പന്മാരെല്ലാം എങ്ങനെയായിരിക്കും, അവര് പറയുന്നതിലും ചില കാര്യങ്ങളുണ്ട്. ഓ, പടുത്ത് അവിടെ എന്നും പ്രശ്നവും വഴക്കും. അവിടെ എന്തോടെ പ്രശ്നം? ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ടല്ലേ അവള് നിന്നെ വിളിച്ചോണ്ട് അവളെ വീട്ടിൽ പോയത്. അവിടെ പ്രശ്നം. അപ്പോൾ ആ മോന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. അവന് ഭാര്യയും വേണം, വീട്ടുകാരും വേണം. പക്ഷെ ഭാര്യ വിളിച്ചോണ്ട് അവൻ അവളുടെ വീട്ടിൽ പോയി. അവിടെ അവൾക്ക് താമസിക്കാൻ പറ്റുന്നുണ്ടോ? കാരണം എന്തെന്ന് വെച്ചാൽ അവിടെ എന്നും പ്രശ്നം തന്നെ. അവളുടെ സഹോദരന്റെ ഭാര്യയായിട്ട് ഫുള്ള് പ്രശ്നം. അവള് പറയണ ഇവളിവിടെ നിന്നാ അവള് വീട്ടിൽ പോകണം, പിന്നെ എന്ത് ചെയ്യാ? അപ്പൊ ഇനി എന്താ പരിപാടി? അവള് പറയണ നമുക്കിനി ഇവിടെ വന്ന് താമസിക്കാം. പല വീടുകളിലെയും പ്രശ്നം ഇതല്ലേ, നാത്തും പ്രശ്നം. ഇവര് അവിടെ ചെല്ലുമ്പോൾ അവളുടെ സഹോദരന്റെ ഭാര്യയുടെ നാത്തൂനല്ലേ. അപ്പോൾ ആ നാത്തൂന് ഇവരുടെ മകളെ ഇഷ്ടപ്പെടുന്നില്ല, മനസ്സിലായ? ഇവൾ എന്തെങ്കിലും പറയുമ്പോൾ അവർക്ക് ദേഷ്യം വരും. അപ്പോൾ അവളുടെ ഭർത്താവിൻ്റെ അടുത്ത് ബഹളം വയ്ക്കും. അവളെന്ത് പറയാണ്, ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, ഇവൾ നിൽക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ പോകണം. അപ്പോൾ ആ അമ്മ എന്ത് പറഞ്ഞെന്ന് ശ്രദ്ധിച്ചോ? അമ്മ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇവിടെ താമസിക്കാൻ പറ്റില്ല. ഇവിടെ നിന്ന് ഇറങ്ങി പോയത് തന്നെ. ഇവിടെ താമസിക്കുന്ന പ്രശ്നമേ ഇല്ല. ഞങ്ങൾ വേണ്ടത്, ഞങ്ങൾ പ്രശ്നക്കാരെന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊച്ചിനെ എടുത്തോണ്ട് പോയത്. പിന്നെ അങ്ങോട്ട് പോയി അവിടെ തന്നെ താമസിച്ചാൽ മതി. അവൻ എവിടെ പോവാ? അവൻ നീ കയറി അകത്ത് പോ. കിടന്ന് കുളിച്ചിട്ട് നീ വേലം തിന്നേണ്ട വഴി നോക്കും. നിന്റെ ഭാര്യയും വെച്ചോണ്ട് നീ വന്ന് സുഖമായിട്ട് താമസി. അത് ശരി. അപ്പൊ 3 മാസം ഇവിടെ സുഖമായിട്ട് സമാധാനമായിട്ട് താമസിച്ചപ്പോൾ നിനക്ക് പ്രശ്നമായി. മരുമോൾ ഇവിടെ വന്നിട്ട് വേണം ഇനി വഴക്കുണ്ടാക്കി അടുത്ത പ്രശ്നം ഉണ്ടാക്കാൻ. എനിക്കിതിനൊന്നും വയ്യ. ഒരു പ്രശ്നമല്ലടാ, നീ നിന്റെ ആഹാരങ്ങൾ ഇവിടെ വെച്ച് കഴിയും. ഞാൻ സമ്മതിക്കില്ല. ഇനി അവര് പോയി, ഇനി അവര് പുറത്ത് പോയി എവിടെയെങ്കിലും താമസിക്കട്ടെ, അതേ പറ്റുള്ളൂ. നീ കയറി പോടാ. നാളെ ചെന്ന് അവളെ വിളിച്ച് കൊച്ചിനെ വിളിച്ചോണ്ട് ഒന്ന് താമസിക്കേണ്ട വഴി നോക്ക്. പപ്പ പലതും പറയും. സാധാരണ പല അമ്മമാരും പറയുന്നത് തന്നെയാണ് ഈ അമ്മയും പറഞ്ഞത്. നീ എന്താ പറഞ്ഞത്? പപ്പ പലതും പറയുകയാണ്. പപ്പ പറയുന്നതാണ് കറക്റ്റ്. അവരിറങ്ങിപ്പോയി. അവന്റെ ഭാര്യയുടെ സഹോദരന്റെ ഭാര്യ അവള് പ്രശ്നം ഉണ്ടാക്കണം. ഇവിടെ ചെന്നപ്പോ അവർക്ക് സ്വസ്ഥാനം അവിടെ ജീവിക്കണ്ടേ, അവൾ അവിടെ ചെന്ന് കയറിയാ. ഇനി അവർ ചെയ്യേണ്ടത് നാളെ കാലത്തോടെ പോയിട്ട് അവർ ഒരു വാടക വീടെടുത്ത് താമസിക്കുക. അങ്ങനെ താമസിച്ച് അവരിതൊക്കെ മനസ്സിലാക്കണം, ജീവിതം എന്താണെന്ന് മനസ്സിലാക്കണം. മനസ്സിലായ? അവ അങ്ങോട്ട് പോകുമ്പോൾ അങ്ങോട്ട് ഇവിടെ പോകുമ്പോൾ ഇങ്ങോട്ടൊക്കെ വിളിച്ച് കയറ്റിയാലേ അത് ശരി വരില്ല. ഇനി അവരൊരു വീട് വാടകയ്ക്ക് എടുത്തിട്ട് അവിടെ താമസിക്കട്ടെ. അപ്പോഴേ അവർ ജീവിതം എന്താണെന്ന് പഠിക്കുള്ളൂ. ചുമ്മാ പിള്ളേർക്ക് ഏളച്ചാൻ വെച്ച് കൊടുക്കരുത്. ആ മോൻ വീണ്ടും ഈ വീട്ടിലോട്ട് വരണമെന്ന് പറഞ്ഞപ്പോൾ അപ്പം പറഞ്ഞ എന്താണ്, നീ ഇങ്ങോട്ട് വരണ്ട, നിനക്കിവിടെ പറ്റൂല എന്നും പറഞ്ഞാണ് നീ പോയത്. ഇനി നീ ജീവിതം എന്താണെന്ന് പഠിക്കണം. നീ ഒരു വീടെടുക്കണം, വീട് വാടകയ്ക്കെടുത്ത് അവിടെ താമസിച്ച് നീ നിന്റെ ജീവിതം പഠിക്കും.